Hi all, Assalamu alaikum. Welcome back to another video. ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണയായി ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരുപാട് തരത്തിലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് ജ്യൂസ് ഒന്നും റെഡിയാക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് നമുക്ക് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ളത് ചക്കക്കുരു കൊണ്ടുള്ള ജ്യൂസ് തന്നെയാണ്. വളരെ ട്രെൻഡിങ് ആയിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചക്കക്കുരു കൊണ്ടുള്ള ജ്യൂസ്. അപ്പോൾ നമ്മളും ഇന്ന് ആ ഒരു ജ്യൂസ് നമ്മുടെ ചാനലിൽ ട്രൈ ചെയ്യാണ്. അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ. ഞാനത് ചെയ്യുന്ന സമയത്ത് ഇത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചക്കക്കുരു കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് വിധത്തിലുള്ള ജ്യൂസുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. രണ്ടും വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള രണ്ട് ജ്യൂസുകളാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചക്കക്കുരു നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ സാധാരണയായി നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് വേവിക്കാറുള്ളത്. പക്ഷെ ഞാനിവിടെ നേരിട്ട് തൊലിയൊന്നും കളയാതെ നേരിട്ട് തന്നെ കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പം തൊലി കളയുന്നില്ലെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ ഇത് വേവിക്കുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് തൊലിയോട് കൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് തൊലിയൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കുക്കറിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊന്നും ഈ ഒരു ജ്യൂസിലോട്ട് ആവശ്യമില്ല കേട്ടോ. നമുക്ക് പലതരത്തിലുള്ള ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിളായിട്ടുള്ള രണ്ട് ജ്യൂസുകൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ചക്കക്കുരുയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതിന് അടർന്നു പോരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി ഇതുപോലെ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാതും ഒന്ന് ചെയ്തെടുക്കുക. ഇതിന് മുകൾ ഭാഗത്ത് കാണുന്ന തൊലി മാത്രം ഒഴിവാക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ ബ്രൗൺ കളറുള്ള ഭാഗം ഒഴിവാക്കണ്ട. ഇനി നമുക്ക് ഫസ്റ്റ് ജ്യൂസ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പം 8 to 10 വരെ ആവാം. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ചക്കക്കുരു നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഏലക്ക ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് കുറച്ച് പഞ്ചസാരയിലും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏലക്ക നമ്മൾ പൊടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നും വേസ്റ്റ് ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് ഏലക്ക കടിക്കുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കസ്കസ് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇത് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു ജ്യൂസിനായിട്ട് ഞാനിവിടെ ഒരു 10ഓളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ തന്നെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ഇതുകൂടാതെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള 2 ജ്യൂസുകൾ നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയോട് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ടെന്ന് വെച്ചാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ചക്കക്കുരുയുടെ അളവ് കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ജ്യൂസുകളും ഗ്ലാസ്സുകളിലോട്ട് ആക്കിയിട്ടുണ്ട്. വാനില എസൻസ് ചേർത്തിട്ടുള്ള ജ്യൂസിൽ കസ്കസും അതുപോലെ തന്നെ ഏലക്ക വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസിൽ നമ്മൾ ഹോർലിക്സ് ആണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോർലിക്സ് കൂടി ഒന്ന് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ജ്യൂസുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചക്കക്കുരു ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഏലക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്ന ജ്യൂസിനേക്കാളും എനിക്ക് ഒന്നുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ കസ്കസും അതുപോലെ തന്നെ വാനില എസൻസും ഒക്കെ ചേർത്തിട്ടുള്ള വാനില എസൻസിൻ്റെ ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഈ ഒരു ജ്യൂസാണ്. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് ഒന്നുകൂടി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നമുക്ക് നോമ്പൊക്കെ ആവുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറക്കാനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് രണ്ടിനും വ്യത്യസ്ത ടേസ്റ്റാണ്. 2 ഫ്ലേവറിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ഏലക്ക ഫ്ലേവറിലും ഒന്ന് വാനില എസൻസിൻ്റെ ഫ്ലേവറിലും. 2 ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.